കരിന്തേളികൾ വള്ളികരാളികൾ കരിമൂടിയ വേടനിതോ. അതെ, അവസാനം മട്ടാഞ്ചേരി മാഫിയ തലവനായിട്ടുള്ള മമ്മൂട്ടിക്ക് തന്നെ 72nd 72ാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കണ്ട് വിഷം ചീറ്റാൻ ചാടി വരുന്ന ഒരു കൂട്ടം സംഘപരിവാൻസ് പുഴുക്കളെ നമുക്ക് കാണാൻ പറ്റും. ആരും അതിശയപ്പെടേണ്ട. അങ്ങനെ മമ്മൂട്ടി അതങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ 72ാമത്തെ നാഷണൽ അവാർഡ് അത് മമ്മൂട്ടിക്ക് തന്നെ കിട്ടി. നമ്മൾ കിട്ടും പലരും കിട്ടുന്നുള്ള ഉറപ്പൊക്കെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ ഉറപ്പ് പോലെ തന്നെ ആ ഒരു അവാർഡ് ഇപ്പോൾ മമ്മൂട്ടി അടിച്ചെടുത്തിരിക്കുകയാണ്. 4ാമത്തെ അവാർഡാണ്. 1990 ആദ്യത്തെ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടുന്നത്, അതായത് അംബേദ്കർ മൂവിക്ക്. അതിനുശേഷം 38 വർഷത്തിൻ്റെ ഇടയിൽ 4 അവാർഡുകൾ, 4 നാഷണൽ അവാർഡുകൾ. 90കളിൽ അംബേദ്കറിനാണ് അവാർഡെങ്കിൽ അതിനുശേഷം 94 തന്നെ തൻ്റെ അടുത്ത അവാർഡ് മമ്മൂട്ടി കിട്ടിയിരുന്നു. അത് വിധേയൻ, പൊന്തൻമാട എന്ന് പറഞ്ഞ 2 മൂവി. അത് കഴിഞ്ഞ് 98 വീണ്ടും എൻ്റെ 3ാമത്തെ അവാർഡ്, അതായിരുന്നു മതിലുകളും അതുപോലെ തന്നെ ഒരു വടക്കൻ വീരഗാഥയും. അതായത് 90കളിലും 94, 98 ഈ 3 അവാർഡുകൾ 10 വർഷത്തിനിടക്കും. അത് കഴിഞ്ഞ് അടുത്ത ഒരു അവാർഡ് കിട്ടാനായിട്ട് 28 വർഷങ്ങളും കഴിഞ്ഞു. നമുക്കെന്നെ തോന്നൂലേ ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ നല്ല സിനിമ ഒന്നും അഭിനയിച്ചിട്ടില്ലേ എന്നുള്ളത്. ഒരുപാട് നല്ല സിനിമകൾ അഭിനയിച്ചു. പല കാരണങ്ങളാൽ, പല സ്വാധീനങ്ങളാൽ, പല ഇടപെടലുകളാലൊക്കെ ഈ അവാർഡുകൾ തള്ളിപ്പോയി. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്നല്ലോ, പേരൻപ് എന്ന് പറഞ്ഞ മൂവി. അതിനെ വെല്ലാൻ വേറെ മൂവി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിന് നാഷണൽ അവാർഡ് ഉറപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് പോലും അന്ന് പോലും അവാർഡ് തഴഞ്ഞു പോയിട്ടുള്ള ഒരാളായിരുന്നു മമ്മൂട്ടി. ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇനി കഴിഞ്ഞ 12 വർഷങ്ങളുടെ ഇടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവാർഡുകൾ പൊതുവേ കിട്ടാറ് വല്ല മോദി ഭക്തി ചാനലുകൾക്കും അല്ലെങ്കിൽ സിനിമകൾക്കും, മോദി ഭക്തരായിട്ടുള്ള ആക്ടേഴ്സിനും, അതും അല്ലെങ്കിൽ എന്താ പറയുക പ്രൊപ്പഗണ്ട മൂവീസിനൊക്കെ മാത്രം അവാർഡുകൾ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു 12 വർഷമായിരുന്നു കഴിഞ്ഞ 12 വർഷം. പക്ഷെ അതിൽ മാറിയിട്ട് ഈ പ്രാവശ്യം അതിൽ മാറി തന്നെ മമ്മൂട്ടിക്ക് അല്ലാതെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതി വന്നതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിനെ സെലക്ട് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ കൂടെ മറ്റൊരാളെ സെലക്ട് ചെയ്തു, കാർത്തിക് ആര്യ. നമ്മൾ കാർത്തിക് ആര്യയുടെ മൂവിക്ക് മുമ്പും കണ്ടിട്ടുണ്ട്. ഇനി മമ്മൂട്ടിക്ക് അവാർഡ് വാങ്ങിച്ചു കൊടുത്ത മൂവി നമുക്കെല്ലാവർക്കും അറിയാം, ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം മൂവി ഇറങ്ങിയ സമയത്ത് തന്നെ 52ാമത്തെ സ്റ്റേറ്റ് അവാർഡും മമ്മൂട്ടിക്ക് തന്നെയായിരുന്നു, ബെസ്റ്റ് ആക്ടറിൻ്റെ സ്റ്റേറ്റ് അവാർഡ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നാഷണൽ അവാർഡും കിട്ടിയിരിക്കുകയാണ്. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് യാമി ഗുപ്ത, ആർട്ടിക്കിൾ 370. പ്രതീക്ഷിതമാണ്, അങ്ങനത്തെ ചില മൂവികളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ. ഇനി ഞാൻ പേടിച്ചിരുന്നത് പുഷ്പ 2 ഈ സമയത്ത് തന്നെ, പുഷ്പ 1 നാഷണൽ അവാർഡ് കൊടുത്ത ആളുകളാണ് നമ്മുടെ രാജ്യത്തെ ആളുകൾ. അതുകൊണ്ട് തന്നെ പുഷ്പ 2 ഇപ്രാവശ്യം 2024 എൻഡിലോട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് പ്രതീക്ഷിച്ചു ഇനി പുഷ്പ 2 തന്നെ അല്ലെങ്കിൽ അല്ലു അർജുനന് അടുത്ത അവാർഡ് കിട്ടുമോ. പക്ഷേ ബെസ്റ്റ് തിരകഥക്കുള്ള അവാർഡ് പുഷ്പ 2 ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ചില അവാർഡുകൾ കാണുമ്പം നമുക്ക് കോമഡിയൊക്കെ ആയി തോന്നും, പക്ഷെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥാന്തരങ്ങൾ ഇപ്പം അങ്ങനെയാണ്. അതിൽ മമ്മൂട്ടി ഈ പ്രാവശ്യം ആർക്കും ചോദിക്കാനും പറയാനും ഇല്ല, അതിൻ്റെ അപ്പുറത്തോട്ടൊരാൾ നടനെ വെക്കാനില്ലാത്തത് കൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ഇത് കിട്ടിയിരിക്കുകയാണ്. ഇനി പണ്ടൊക്കെ ഇത്തരം അവാർഡുകൾ കിട്ടുമ്പോഴേ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പല എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള പോസ്റ്റുകളും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം ഈ കാലഘട്ടത്തിൽ അവാർഡ് കിട്ടുമ്പം ഈ ഫാൻസ് പരസ്പരം അടികൂടുന്നതിനേക്കാളും ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം കിട്ടിയ ആളുകളുടെ മതം നോക്കിയിട്ടും കിട്ടിയ ആളുകളുടെ സ്ഥലം നോക്കിയിട്ടും ഒക്കെയാണ് ഇപ്രാവശ്യം ഈ ഒരു കാലഘട്ടത്തിൽ അവാർഡിന് ശേഷമുള്ള പല കളികളും നമ്മൾ കാണാറ്. ഇപ്പോൾ സ്പെഷ്യലി നിങ്ങൾ കണ്ടോ, ഈ അവാർഡ് കിട്ടി ഇന്ന് രാത്രി മുതൽ ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച പ്രത്യേകിച്ച് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിങ്ങൾ കണ്ടോളേണ്ടി ഈ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടിയതിന് ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത രീതിയിലുള്ള ചാനലുകളിലെ പരസ്പര ചർച്ചകളും പരസ്പര തീരുമാനങ്ങളും ഒക്കെ വരും. അത് പറയാനുള്ള കാരണം ഞാനത് ഇപ്പോൾ പറഞ്ഞു വെക്കാണ്. ഇത് ഇത്രയും സമയത്തിനിടയ്ക്ക് ആരും എനിക്ക് തോന്നില്ല ഇത് പറയുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടോ, വിത്തിൻ 1 hour അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ അങ്ങോട്ട് സംഘപരിവാർ ഹാൻഡിലുകൾ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിൻ്റെ അയാളുടെ മതം നോക്കിയിട്ട് അല്ലെങ്കിൽ അയാളുടെ സ്ഥലം, അതായത് അയാൾ ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ അയാളുടെ മതം നോക്കിയിട്ട് ഇങ്ങനെ പല കാരണങ്ങളാൽ ഈ ആളുടെ അല്ലെങ്കിൽ ആൾക്കെതിരെ സംസാരിച്ച് തുടങ്ങുന്ന ഒരു കൂട്ടം ഈ സംഘത്തിട്ടങ്ങൾ ഇറങ്ങും എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ കണ്ടോ, ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് അച്ചട്ടായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സകല വിഷ ജന്തുക്കളും പുറത്തിറങ്ങിയിട്ട് ഇപ്പം സംസാരിക്കാൻ വരും. നമുക്കേതായാലും അത് കണ്ട് ആസ്വദിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷേ ഇപ്പം മലയാളത്തിൻ്റെ മഹാനടന് അല്ലെങ്കിൽ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ആശംസകൾ പറയുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരും അത് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെ കൂട്ടത്തിലും ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടോ, താഴത്തെ കമൻറ്റ് സെക്ഷനിൽ വന്ന് മെഴുകാൻ പോകുന്ന സംഖ്യ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു 4-5 വർഷം കൊണ്ട് ഇവിടെ കിടന്ന് എന്താ പറയുക ഈ പുഴുക്കൾ അരിക്കുന്ന പോലെ സംഘപരിവാരങ്ങൾ അരിക്കാറുണ്ട്.
പുഴു എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ സമയം മുതൽ നമ്മളിതിൻ്റെ ഒരു ബാക്കി പത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഓരോ മൂവി വന്ന സമയത്തും നമ്മളിത് സ്ഥിരമായിട്ട് കാണാറുണ്ട് അല്ലേ. മമ്മൂട്ടി ഇത്തരത്തിലുള്ള മൂവികൾ അഭിനയിക്കുന്നു, മമ്മൂട്ടി മതങ്ങളെ കുത്തിക്കയറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതും പറഞ്ഞിട്ട് ഒരുപാട് മമ്മൂട്ടിക്കെതിരെ കഴിഞ്ഞൊരു 4-5 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മളിത് കണ്ടിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്നാണോ ഈ പുഴുക്കൾക്ക് വിഷം വെച്ചത്, അതായത് സംഘപരിവാൻസ് പുഴുക്കൾക്ക് എന്ന് മുതലാണോ വിഷം വെച്ചത്, അന്ന് മുതലാണ് നമ്മൾ ഈ വാർത്ത ഏറ്റവും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്മാർക്ക് കുരു പൊട്ടുന്ന രീതിയിലും അല്ലെങ്കിൽ അവന്മാർ അപ്പിയിട്ട് നാറ്റിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മട്ടാഞ്ചേരി മാഫിയ തലവനായിട്ടുള്ള മമ്മൂട്ടിക്ക് തന്നെ ഇപ്രാവശ്യത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് കുരുപൊട്ടി ഒലിക്കുന്ന സകല സംഘപരിവാണ പുഴുക്കളും അവിടെ കിടന്ന് പുഴുക്കുക അല്ലെങ്കിൽ പുഴുത്ത് നാറുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങോട്ട് സഹിച്ചൂടാ, വേറെ ഒന്നും പറയാനില്ല കാര്യത്തിൽ.